അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 13ാമത്തെ ചാപ്റ്റർ മാ ബാലു അഖ്വാമിൻ ഇർഫഉന അബ്സാറു മിനസ് സമാഇ. എന്തിനാണ് ചില ആളുകൾ നിസ്കാരത്തിൽ മേലോട്ട് നോക്കുന്നത് എന്നർത്ഥം വരുന്ന പാഠം വായിക്കുന്നത്. ഈ പാഠത്തിലൂടെ പറയുന്നത് ഓരോ സുന്നത്തിന്റെയും പ്രാധാന്യമാണ്. സുന്നത്തുകൾക്ക് വലിയ പ്രതിഫലമാണ്. ഓരോ അമലിന്റെയും പൂർണ്ണത അതിന്റെ സുന്നത്തുകളാണ്. സുന്നത്തുകളൊക്കെ ഒഴിവാക്കൽ കറാഹത്താണ്. ഇപ്പൊ നിസ്കാരത്തിൽ വരുന്ന സുന്നത്തുകൾ അതുപോലെ നിസ്കാരത്തിൽ വരുന്ന കറാഹത്തുകൾ ഏതൊക്കെയാണ് എന്നാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. ആദ്യമായി ഒരു മഹാനായ ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു തന്റെ മരണസമയത്ത് പോലും സുന്നത്തെടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു കഥയാണ്. നോക്കൂ, ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു മരണാസന്നനായി സംസാരം നിലച്ചു, നെറ്റിത്തടം വിയർത്തു. തന്റെ ശിഷ്യനായ മുഹമ്മദ് ഇബ്രാഹിമിനോട് ഉളൂ ചെയ്തു കൊടുക്കാൻ ആംഗ്യം കാണിച്ചു. ഉളൂ ചെയ്തപ്പോൾ അദ്ദേഹം താടി തിക്ക കെട്ടാൻ മറന്നുപോയി. ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു തന്റെ കൈക്ക് പിടിച്ച് താടിക്കിടയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് താടി തിക്ക കെട്ടാൻ ആംഗ്യം കാണിച്ചു. മുഹമ്മദ് ഇബ്രാഹിം പറയുന്നു, ഞാൻ കരഞ്ഞു പറഞ്ഞുപോയി. റൂഹ് പോകാറായ സമയത്ത് പോലും താടി തിക്കകറ്റുന്ന സുന്നത്ത് നഷ്ടമാവാത്ത മഹാനാണ് അദ്ദേഹം. സുന്നത്തുകൾ ഒഴിവാക്കുന്നത് പൂർണ്ണതക്ക് ഭംഗം വരുത്തും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ചില ആളുകൾ നിസ്കാരത്തിൽ മേലോട്ട് നോക്കുന്നത്? അവർ അത് അവസാനിപ്പിക്കണം. സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. മേലോട്ട് നോക്കൽ കറാഹത്താണ്. മലമൂത്ര വിസർജ്യത്തിന് ആവശ്യമാകുന്ന സമയത്തും ഉറക്കം തൂങ്ങുന്ന സമയത്തും നിസ്കരിക്കൽ കറാഹത്താണ്. ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും സാന്നിധ്യത്തിൽ വിശപ്പോടെയും ദാഹത്തോടെയും നിസ്കരിക്കുന്നതും അതേ വിധിയാണ്. എന്ന് പറഞ്ഞാൽ കറാഹത്താണ്. ചാരി നിൽക്കുക, ഒരു കാലിൽ നിൽക്കുക, 2 കാലുകൾ ചേർത്തി നിൽക്കുക, കൈ ഊരയിൽ വെക്കുക തുടങ്ങിയവ നൃത്തത്തിലെ കറാഹത്തുകളാണ്. അഊദു, സൂറത്ത് എന്നിവ ഒഴിവാക്കുക. ഇമാം ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാൻ തുടങ്ങുക. ഇമാമിന്റെ സൂറത്ത് പാരായണം കേൾക്കുന്ന മാം സൂറത്ത് ഓതുക. ഉച്ചത്തിൽ ഓതേണ്ട സ്ഥലങ്ങളിൽ പതുക്കെയും പതുക്കെ ഓതേണ്ട സ്ഥലങ്ങളിൽ ഉച്ചത്തിലും ഓതുക. ഉറങ്ങുന്നവർക്കോ നിസ്കരിക്കുന്നവർക്കോ ശല്യമുണ്ടാകുന്ന തരത്തിൽ ഉച്ചത്തിൽ ഓതുക എന്നിവ പാരായണത്തിലെ കറാഹത്തുകളാണ്. റുക്കൂഇൽ മുതുകിനേക്കാൾ തലയുയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുക. ഇമാം തസ്ബീഹുകൾ 3ൽ കൂടുതലാക്കുക. സുജൂദിലേക്ക് കുനിയുമ്പോൾ കാൽമുട്ട് വെക്കുന്നതിന് മുമ്പ് കൈവെക്കുക. സുജൂദിലെ മൂക്ക് വെക്കാതിരിക്കുക തുടങ്ങിയ റുക്കൂഇലും സുജൂദിലും ഉണ്ടാകാവുന്ന കറാഹത്തുകളാണ്. 1ാമത്തെ അത്തഹിയ്യാത്തിനെ നീട്ടുക. അവസാന അത്തഹിയ്യാത്തിന് ശേഷം ദുആ ഒഴിവാക്കുക തുടങ്ങിയവ അത്തഹിയ്യാത്തിലെ കറാഹത്തുകളാണ്. ആവശ്യമില്ലാതെ തല തിരിക്കുക, മേൽപോട്ട് നോക്കുക, ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളിലേക്ക് നോക്കുക. പുരുഷൻ തലയും ചുമലും മറക്കാതിരിക്കുക. ആവശ്യമില്ലാതെ ഷർട്ടിന്റെ കൈ പോലുള്ള വസ്ത്രഭാഗങ്ങൾ മടക്കി വെക്കുക. നജസിന് നേരെ നിസ്കരിക്കുക തുടങ്ങിയവ നിസ്കാരത്തിൽ പൊതുവെ വരാവുന്ന കറാഹത്തുകളാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, 7 സ്ഥലങ്ങൾ വെച്ച് നിസ്കരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഏതാണ് 7 സ്ഥലങ്ങൾ? 1 മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം, 2 അറവ് നടത്തുന്ന സ്ഥലം, 3 ശ്മശാനം, 4 വഴി, 5 ടോയ്ലറ്റ്, 6 ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലം, 7 കഅബയുടെ മുകൾ ഭാഗം എന്നിവയാണവ. നിസ്കാരത്തിൽ വരുന്ന കറാഹത്തുകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് തരിബാത്ത് വായിക്കാം. 1ാമത്തെ ആക്ടിവിറ്റി നഖ്താറുൽ മുനാസിബ, യോജിച്ച് തിരഞ്ഞെടുക്കാനാണ്. അതിലൊന്ന്, ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കൽ കറാഹത്ത്. 2, നിസ്കരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച സ്ഥലം, വഴി. ഇനി 2ാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിൽ ഖാനാത്ത്, താഴെ കൊടുത്ത കോളങ്ങൾ ഫില്ല് ചെയ്യാനാണ്. 1, നൃത്തത്തിലെ കറാഹത്തുകൾ. ചാരി നിൽക്കുക, ഒരു കാലിൽ നിൽക്കുക, 2 കാലുകൾ ചേർത്ത് നിൽക്കുക, കൈ ഊരയിൽ വെക്കുക. 2ാമത്തത് പാരായണത്തിലെ ദിക്റുകൾ. അഊദു, സൂറത്ത് എന്നിവ ഒഴിവാക്കുക. ഇമാം ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാൻ തുടങ്ങുക. ഇമാമിന്റെ സൂറത്ത് പാരായണം കേൾക്കുന്ന മാം സൂറത്ത് ഓതുക. ഉച്ചത്തിൽ ഓതേണ്ട സ്ഥലങ്ങളിൽ പതുക്കെയും പതുക്കെ ഓതേണ്ട സ്ഥലങ്ങളിൽ ഉച്ചത്തിലും ഓതുക. ഉറങ്ങുന്നവർക്കോ നിസ്കരിക്കുന്നവർക്കോ ശല്യമുണ്ടാകുന്ന തരത്തിൽ ഉച്ചത്തിൽ ഓതുക. ഇനി 3ാമത്തെ റുക്കൂഅ് സുജൂദിലെ കറാഹത്തുകൾ. റുക്കൂഇൽ മുതുകിനേക്കാൾ തല ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുക.
ഇമാമ തസ്ബീഹുകൾ 3-ൽ കൂടുതലാക്കുക. സുജൂദിലേക്ക് കുനിയുമ്പോൾ കാലുമുട്ട് വെക്കുന്നതിന് മുമ്പ് കൈവെക്കുക. സുജൂദിൽ മൂക്ക് വെക്കാതിരിക്കുക. ഇനി 4-മത്തത് നിസ്കാരത്തിൽ പൊതുവെ വരുന്ന കറാഹത്തുകൾ. ആവശ്യമില്ലാതെ തല തിരിക്കുക, മേൽപോട്ട് നോക്കുക, ശ്രദ്ധ തിരിക്കുന്ന തരത്തിൽ വസ്തുക്കളിലേക്ക് നോക്കുക, പുരുഷൻ തലയും ചുമലും മറക്കാതിരിക്കുക, ആവശ്യമില്ലാതെ ഷർട്ടിന്റെ കൈ പോലുള്ള വസ്ത്രഭാഗങ്ങൾ മടക്കി വെക്കുക, നജസിന് നേരെ നിന്ന് നിസ്കരിക്കുക. ഇനി 5-മത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം നിരോധിച്ച സ്ഥലങ്ങൾ. മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം, അറവ് നടത്തുന്ന സ്ഥലം, ശ്മശാനം, വഴി, ടോയ്ലറ്റ്, ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലം, കഅബയുടെ മുകൾ ഭാഗം. ഇനി 3-മത്തെ ആക്ടിവിറ്റി നോക്കൂ. തഖ്സീസ് 11. പാഠഭാഗങ്ങൾ വീട്ടുകാർക്ക് വായിച്ചു കേൾപ്പിക്കുക. പാഠത്തിലെ ഓരോ ഭാഗങ്ങളും വീട്ടുകാർക്ക് വായിച്ചു കേൾപ്പിക്കാനാണ്. മാതാപിതാക്കളുമായി ചർച്ച നടത്തുക. അതായത് നിസ്കാരത്തിലുള്ള കറാഹത്തുകൾ എന്തൊക്കെയാണ് എന്ന് ഓരോന്നും ചർച്ച നടത്താനാണ്. അവരുടെ സാക്ഷ്യപത്രം ഉസ്താദിനെ ഏൽപ്പിക്കുക. അങ്ങനെ മാതാപിതാക്കളുമായി പാഠകം വായിച്ചു കൊടുത്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സൈനൊക്കെ ചെയ്തിക്കാണ്ടൊരു പേപ്പർ എന്ത് ചെയ്യുക, ഉസ്താദിനെ ഏൽപ്പിക്കാനാണ്. അല്ലാഹു തആല നിസ്കാരത്തിലെ കറാഹത്തുകൾ ഒഴിവാക്കി പൂർണ്ണമായി നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.